സോ മാർക്കറ്റ് ബ്രൂഡേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കമ്പനീസിന്റെയും വാല്യുവേഷൻ ചെയ്യാറുണ്ട്. അതിന് മുന്നേ ആ ബിസിനസിന്റെ കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഒരു മോഡൽ യൂസ് ചെയ്യും. ആ മോഡലിന്റെ പേരാണ് പോർട്ടർ 5 ഫോഴ്സസ് എന്ന് പറയുന്നത്. 5 ഫാക്ടേഴ്സ് ആണ് ഈ മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 5 ഫാക്ടേഴ്സ് ആ ബിസിനസിന്റെ കോമ്പറ്റീഷന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കണം, ആ ബിസിനസിന്റെ മാർക്കറ്റ് എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കണം നമ്മളെ സഹായിക്കും. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ത്രെഡ് ഓഫ് ന്യൂ എൻട്രൻസ് ആണ്. നമ്മൾ അനലൈസ് ചെയ്യുന്ന കമ്പനിയുടെ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ ബിസിനസിന് ഈസിയായി കയറി വരാൻ പറ്റുമെങ്കിൽ പ്രൈസിലും മാർക്കറ്റ് ഷെയറിലൊക്കെ കാര്യമായ ഡൈലൂഷൻ വരും. ഇത് എക്സിസ്റ്റിംഗ് ബിസിനസിന് ഒട്ടും നല്ലതല്ല. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, റോ മെറ്റീരിയൽസ് ആ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ലിമിറ്റഡ് ആണെന്ന് വെക്കുക. ഇങ്ങനെ വരുമ്പോൾ ഈ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് തോന്നുന്ന പ്രൈസ് പറയും. ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ബിസിനസിന് ഒട്ടും നല്ലതല്ല. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ് ആണ്. എക്സാമ്പിൾ, ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കമ്പനീസ് ഇറക്കുന്നുണ്ട്. എനിക്ക് എന്റെ ഇഷ്ടമുള്ള സ്പെസിഫിക്കേഷനിൽ എന്റെ പ്രൈസ് ബഡ്ജറ്റിൽ എനിക്ക് ബാർഗൈൻ ചെയ്ത് വാങ്ങാൻ പറ്റും. അതേ സമയത്ത് iOS എടുക്കൂ, ആപ്പിൾ മാത്രമേ അത് സപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ആപ്പിൾ പറഞ്ഞ റേറ്റിൽ എനിക്ക് വാങ്ങണം. കസ്റ്റമേഴ്സിന് ബാർഗൈനിങ് പവർ കൂടുതലാണെങ്കിൽ ആ ബിസിനസിന് ഒട്ടും നല്ലതല്ല. അത് മനസ്സിലാക്കാം. ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ത്രെഡ് ഓഫ് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് പെട്രോൾ കാറിന്റെ മാർക്കറ്റ് ഷെയർസ് പതിയെ ഇലക്ട്രിക് കാർസ് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റൈവലറി എമോങ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഒരുപാട് കോമ്പറ്റീഷനുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസിന് വേണ്ടിയിട്ടും മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യും. ഇത് ഒരിക്കലും ആ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസിന് നല്ലതല്ല. ആൻഡ് ഇങ്ങനത്തെ വീഡിയോന് പ്ലീസ് ഫോളോ us.